സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തായും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ മെത്രാനും വീണ്ടും ഈ അതിരൂപതയിലെ വൈദികരെയും സന്യസ്തരെയും ദൈവജനത്തെയും വഞ്ചിച്ചിരിക്കുകയാണ്. കാരണം സിനഡാനന്തര കുറിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി 11 മണിക്ക് ഇറങ്ങിയ കുറിപ്പ് വാസ്തവത്തിൽ ഇവിടുത്തെ പൊതുജനത്തെയും വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കുറിപ്പാണ്. അതിലെന്തോ അനുഭാവപൂർവമായിട്ടുള്ള ഒരു മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന ചൊല്ലിയാൽ മതി എന്ന് പറയുമ്പോൾ ആ സിനഡാനന്തര കുറിപ്പിലുള്ള എല്ലാ പോയിന്റുകളും ഒന്ന് നൈയാമികമായിട്ട് നിലനിൽക്കുന്നതല്ല. ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന സിനഡിൽ പൂർണ്ണമായിട്ടും ഏകീകൃത കുർബാന ഈ അതിരൂപതയിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സൂത്രപ്പണിയുടെ ഭാഗം മാത്രമാണിത്. അത് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനഡാനന്തര കുറിപ്പ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സന്യസ്തരും ദൈവജനവും തള്ളിക്കളയുന്നു. ഞങ്ങൾ അതിനെ അവഗണിക്കുന്നു. കാരണം ഈ ജൂൺ 9 ഇവർ ജൂൺ 14 കൂടേണ്ടിയിരുന്ന സിനഡിന് മുൻപ് ഇറക്കിയ ഒരു സർക്കുലറുണ്ട്. ആ സർക്കുലർ നൈയാമികമായിട്ട് നിലനിൽക്കുന്ന ഒരു സർക്കുലർ അല്ല. കാരണം ജൂൺ 14 കൂടിയ സീറോ മലബാർ സഭയുടെ സിനഡ് മെത്രാന്മാർ ആ സർക്കുലറിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് ആ പിതാക്കന്മാർ തന്നെ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ അംഗീകാരമില്ലാത്ത ഒരു സർക്കുലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഓരോ വൈദികനും ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നൈയാമികമായിട്ട് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പിനും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും ഞങ്ങൾ റിവ്യൂ പെറ്റീഷൻ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഒരു പൊതു നിയമത്തിൽ സഭയുടെ നിയമങ്ങൾക്ക് കാനോനിക നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കടന്നു വന്നാൽ അതിന് പരാതി കൊടുക്കാവുന്ന ഡിക്കാസ്ട്രി ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് വത്തിക്കാനിലൊരു കാര്യാലയമുണ്ട്. ആ കാര്യാലയത്തിലേക്ക് ഇന്നലെ 400 വൈദികർ ഒപ്പിട്ട് ഈ ജൂൺ 9 ഇറങ്ങിയ സർക്കുലർ നൈയാമികമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ള ഞങ്ങളുടെ പരാതിയും കൊടുത്തിട്ടുണ്ട്. അതിനാൽ ജൂൺ 9 ഇറങ്ങിയ ഈ സർക്കുലർ നൈയാമികമായി നിലനിൽക്കാത്ത സർക്കുലറാണ്. ആ സർക്കുലറിന് സാധുതയുണ്ടെന്ന് ഇന്നലെ പുറത്തിറങ്ങിയ സിനഡാനന്തര കുറിപ്പ് പറയുന്നു. അതുകൊണ്ട് ഇത് രണ്ടും നൈയാമികമായിട്ട് നിലനിൽക്കുന്നതല്ലാത്തതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുള്ളതല്ല. കാരണം ഞങ്ങൾ ഇതിന് പെറ്റീഷൻ പരാതി റോമിന് കൊടുത്തിട്ടുണ്ട്. ആ റോമിൽ നിന്നും ഞങ്ങൾക്ക് നീതിയുക്തമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കും എന്നതുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുവരെ ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സസ്പെൻഡഡ് ആണ്. അത് നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് ജൂലൈ 3 തുടങ്ങി ജനാഭിമുഖ കുർബാനയല്ലാതെ ഇവിടെ ഒന്നും മുന്നോട്ട് പോകില്ല. മാത്രവുമല്ല, ഈ കുറിപ്പിൽ ഒരു വലിയ ചതിയുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം ഈ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ഞങ്ങൾ വൈദിക പ്രതിനിധികളെ ഫൊറോന വികാരിമാരെയും കൺസൾട്ടേഴ്സ് ഫോറത്തെയും പിന്നെ കുറെ ആദ്ഹോക് കമ്മിറ്റി അച്ഛന്മാരെയും ഓൺലൈനിൽ വിളിച്ച് ഇവർ കുറെ നിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുവന്നു ഞങ്ങളുടെ മുമ്പിൽ വെച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ജനാഭിമുഖ കുർബാന നിയമാനുസൃതമാക്കി എന്നുള്ളൊരു സൂചന ഈ സിനഡാനന്തര കുറിപ്പിൽ ഉണ്ടെങ്കിൽ ഒരു ഏകീകൃത കുർബാന ഞായറാഴ്ച ദിവസവും കടമുള്ള ദിവസവും ഞങ്ങൾ ചൊല്ലിയേക്കാം. അതിനെയാണ് ഈ സിനഡാനന്തര കുറിപ്പിൽ അവർ നേരെ തിരിച്ചിട്ടിരിക്കുന്നത്. അതായത് വൈദികരോട് ആലോചിച്ചു നിരവധി വൈദികരുടെ അഭിപ്രായങ്ങൾ പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നിരന്തരമായിട്ട് ഈ സിനഡ് ഇറക്കുന്ന കുറിപ്പുകളിൽ പച്ചക്കള്ളങ്ങളും വഞ്ചനകളുമാണ്. അപ്പോൾ ഇതെങ്ങനെ വരുന്നു? ഈ ബോസ്കോ പുത്തൂർ അഡ്മിനിസ്ട്രേറ്റർ മെത്രാൻ ഞങ്ങളോട് ഓൺലൈനിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞത് ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായ ഒരു സൂചന ഈ ഒരു കുറിപ്പിലുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ആരാണ് ഇതെല്ലാം അട്ടിമറിച്ചത്? ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു സീറോ മലബാർ സിനഡ് ഇപ്പോഴും ശക്തമായ ഒരു ലോബിയുടെ കയ്യിലാണ്. അവരാണ് നിശ്ചയിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററും വെറും പപ്പറ്റുകളായിട്ടാണ് ഇപ്പോൾ നീങ്ങുന്നത്.
അതുകൊണ്ട് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നതല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനാഭിമുഖ കുർബാനയുമായിട്ട് മുന്നോട്ട് പോകും. നടപടി ഉണ്ടാകാൻ അതെങ്ങനെയാ? നിയമാനുസൃതമായിട്ട് സിനഡ് അംഗീകരിക്കാത്ത ഒരു സർക്കുലറിലെ ഏത് നടപടിയാണ് നിലനിൽക്കുന്നത്? അത് നിലനിൽക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ പരാതി വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റിന് കൊടുത്തിട്ടുള്ളത്.